വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നമസ്കാരം. അളവറ്റ കൃതജ്ഞത നിറഞ്ഞ സ്നേഹം സദസ്സിലിരിക്കുന്നവർക്ക്, വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഈ മൊമെൻറ്റോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് പോകാനുണ്ട്. കാരണം ആ ആളാണ് ഈ അവാർഡിന് ഉത്തരവാദി. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും, എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പങ്കെടുക്കും, തിരിച്ചു പോവും. അതിനപ്പുറത്തേക്ക് സാഹിത്യമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. വളരെ അൺഅവെയറായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഭാരമറ്റ് ജീവിക്കുക, അവാർഡുകൾ, പുസ്തകങ്ങൾ. പക്ഷേ എൻ്റെ അമ്മയാണ് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച് ഈ കഥയും കൊണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകുന്നത്. ഇതിൻ്റെ PDF എടുത്ത് ഈ ഒരു മത്സരത്തിന് അയക്കണം എന്നുള്ളതാണ് അമ്മയുടെ ഉദ്ദേശം. അമ്മ ഏതോ ഒരു പേപ്പർ കട്ടിങ്ങും ഒപ്പിച്ച് ഈ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോയതാണ്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നല്ല തിരക്കുണ്ട്, ആരും അമ്മയെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടി അമ്മയോട് അങ്ങോട്ട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അമ്മയെ സഹായിച്ച് അവരാണ് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും ഇതിന്റെ PDF എടുക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്തത്. അത് അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഞാൻ ഇതിന് ശേഷം എല്ലാം അയച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കഥ അയച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ ഒരു ലൈബ്രറി സ്റ്റാഫാണ്. അപ്പോൾ ആരും ഇല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു അമ്മയ്ക്ക് അവര് സഹായിച്ച ആ നന്മയ്ക്ക് പകരം ഒരു പുരസ്കാരം വെച്ചാലും പൂർത്തിയാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മൊമെന്റോ തിരിച്ച് അശ്വതിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകേണ്ടത്. അപ്പൊ അതൊക്കെയാണ്. എൻ്റെ പുസ്തകം ഈ വർഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കാര്യമായി ഗൗരവമായി എഴുത്തിനെ കാണുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദി കിട്ടുമ്പോൾ നമ്മൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ടാവും. കാരണം ഈ സമയം മാത്രമേ നിങ്ങൾ ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കുള്ളൂ. അപ്പോൾ ഓരോ അവാർഡും നിരസിക്കാനും ആ അവാർഡ് വാങ്ങിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് കമലാ സുരയ്യ. പക്ഷെ കമലാ സുരയ്യയെ ഒരുപക്ഷെ മരണാനന്തരം ഇത്രമാത്രം ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരി ഉണ്ടോ, ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മള് ഒരു മിനിറ്റ് നമ്മൾ യൂട്യൂബിൽ ആമി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ എന്തൊക്കെ വൃത്തികേടുകളാണ് ഓരോ ന്യൂസ് പോർട്ടലുകൾ ഓരോ ദിവസവും സംപ്രേഷണം ചെയ്യുന്നതെന്ന് കേരള കലാകേന്ദ്രം ഒന്ന് എടുത്തു നോക്കണം. ഞാനിപ്പോ കേംബ്രിഡ്ജ് പഠിക്കുകയാണ്. അപ്പോൾ കേംബ്രിഡ്ജ്, ലണ്ടൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എഴുത്തുകാർക്ക്, വരയ്ക്കുന്ന ആളുകൾക്ക്, ചിത്രകാരന്മാർക്ക്, നാടകങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവർ കൊടുക്കുന്ന മര്യാദ, അവർ കൊടുക്കുന്ന റെസ്പെക്ട്, അവർ കൊടുക്കുന്ന ആ മരണാനന്തരമാണെങ്കിൽ പോലും അവർ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അത് കേരളത്തിലുള്ളവർ കണ്ടുപിടിക്കണം. കാരണം ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ മരിച്ചു കഴിഞ്ഞാൽ അവരെ എന്തൊക്കെ പറഞ്ഞ് ക്യാരക്ടർ അസാസിനേഷൻ, അവരെ എന്തൊക്കെ തന്നെ പറയാം എന്നുള്ള രീതിയിൽ ഒരു മത്സരം തന്നെ നടപ്പുണ്ട്. അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് കമലാ സുരയ്യ എന്നുള്ള അവാർഡിന്റെ പേരിന്റെ കൂടെ ഇത്തവണ ഇവർ മാധവ്കുട്ടി എന്നുള്ള പേര് ചേർത്തതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ആ സമയം തന്നെ അവാർഡ് വന്ന് വാങ്ങിക്കാൻ പറ്റിയതിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, പൊളിറ്റിക്കലി ഈ പേരും കമലാ സുരയ്യയുടെ പല തീരുമാനങ്ങളും വളരെ വൾഗറായിട്ട് മലയാള സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മൗനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ കോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ ആദരവ് അർപ്പിക്കുന്നുണ്ട്, ആമി എന്ന് പറഞ്ഞ ഒരുപാട് തലയിലേറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ കൂടെ രാഷ്ട്രീയമായിട്ട് അവരെടുത്ത തീരുമാനങ്ങളെ, അവരുടെ പ്രണയത്തെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മൗനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില പ്രത്യേക പോർട്ടലുകൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാധവ്കുട്ടി എന്ത് ചെയ്തു, അല്ലെ മാധവ്കുട്ടി എങ്ങനെ കമലാ സുരയ്യയായി, ഇത് എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് പറയാനുള്ള അവസരം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറക്കെ വിളിച്ചു പറയുന്നത്. എനിക്കറിയുന്ന കമലാദാസ് യൂറോപ്പിലൊക്കെ ഗംഭീരമായ കവിതകൾ എഴുതിയൊരു പോയറ്റാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഒക്കെ പോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കവിത എഴുതിയ, യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു സിൽവിയ പ്ലാത്തോളം നിൽക്കുന്ന രീതിയിൽ കാണുന്ന ഒരു പോയറ്റിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ച് വെക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഒരിക്കൽ. ഇവിടെയുള്ള ഈ തേർഡ് റേറ്റ് മാധ്യമങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. അവരൊരു വലിയ റേഞ്ചിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും പറയാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം. ഇത്രയും നേരം എന്നെ കേട്ടോണ്ടിരുന്നതിൽ, ഈ അവാർഡ് എന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം, നന്ദി. അപ്പോ എല്ലാവർക്കും ഇന്നൊരു നല്ല സായനായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.